1930കളുടെ മധ്യത്തിൽ ലണ്ടൻ നഗരത്തെ ആകെ മൊത്തം പിടിച്ചുകുലുക്കിയ മൊഴിയായിരുന്നു അത്. അതിങ്ങനെയാണ്: ഞാനപ്പോൾ വളവ് തിരിയുകയായിരുന്നു. അപ്പോഴാണ് ഒരു ബസ് ചീറിപ്പാഞ്ഞ് എൻ്റെ നേരെ വന്നത്. ഒരു വാഹന ഉടമ പോലീസിന് മുൻപിൽ ഇങ്ങനെ മൊഴി നൽകി. ഒരു ഡബിൾ ഡക്കർ ബസ്സായിരുന്നു അത്. ബസ്സിലെ മുകളിലത്തെ നിലയിലെയും താഴത്തെ നിലയിലുമുള്ള എല്ലാ വിളക്കുകളും അതിൻ്റെ ഹെഡ്ലൈറ്റുകളും പ്രകാശിച്ചിരുന്നു. എന്നാൽ അതിനുള്ളിൽ യാത്രക്കാരോ ജീവനക്കാരോ ഉള്ളതായി എനിക്ക് തോന്നിയില്ല. ബസ്സിൻ്റെ വരവ് കണ്ട് വിരണ്ട ഞാൻ പെട്ടെന്ന് കാറ് വെട്ടിച്ചു. അത് നടപ്പാതയിലൂടെ ചെന്ന് റോഡിന് ഇരുവശമുള്ള മതിലിൽ ചെന്ന് ഇടിച്ചു നിന്നു. എന്നാൽ അപകടത്തിന് കാരണമായ ആ ഡബിൾ ഡക്കർ ബസ് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മൊഴി കേട്ട് കെൻസിങ്ടൺ പോലീസ് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. അയാൾ മദ്യപിച്ച് വാഹനം ഓടിച്ചിരിക്കാമെന്നോ അല്ലെങ്കിൽ അയാൾ സ്വപ്നം കണ്ടതായിരിക്കാമോ എന്നായിരുന്നു പോലീസിൻ്റെ നിഗമനം. അതിനാൽ പെനാൽറ്റി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് പോലീസ് അയാളെ വിട്ടയച്ചു. എന്നാൽ ഇയാളെ തുടർന്ന് ഇതേ രീതിയിലുള്ള അനുഭവങ്ങളുമായി കുറേയധികം ആളുകൾ പോലീസ് സ്റ്റേഷനിലെത്തി. ഏകദേശം 100ഓളം പേർക്ക് സമാന അനുഭവമുള്ളതായി പറയപ്പെടുന്നു. എന്നാൽ ഇവർക്കെല്ലാം ഒരു മനോവിഭ്രാന്തി ബാധിച്ചതാണോ? കെൻസിങ്ടൺ പോലീസ് വലഞ്ഞു. അർദ്ധരാത്രിയോടടുത്ത് കനത്ത മൂടൽമഞ്ഞുള്ള ദിവസങ്ങളിൽ സെൻറ് മാർക്ക് റോഡിൽ നിന്നും കോൺബ്രിഡ്ജ് ഗാർഡൻസിലേക്ക് തിരിയുന്ന കവലയിൽ വെച്ച് ഡ്രൈവറോ പാസഞ്ചേഴ്സോ ഒന്നുമില്ലാത്ത ഒരു റെഡ് ഡബിൾ ഡക്കർ ബസ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കി എങ്ങോ അപ്രത്യക്ഷമായി പോവുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് കെൻസിങ്ടൺ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തദ്ദേശവാസികളായ 12ഓളം പേര് ആ ഡബിൾ ഡക്കർ ബസ് കണ്ടിട്ടുണ്ടെന്ന് പോലീസിനെ അറിയിച്ചു. എന്നാൽ മറ്റൊരു തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. എന്നാൽ സെൻറ് മാർക്ക് റോഡിൻ്റെയും കാൻബ്രിഡ്ജ് ഗാർഡൻസിൻ്റെയും ഇടയിലുള്ള വളവിൽ ദിനം പ്രതി അപകടം കൂടി വന്നു. ചില അപകടങ്ങൾ മാരകമായ പരിക്കുകളിലേക്കും മരണങ്ങളിലേക്കും നയിച്ചു. ഇതിനെ തുടർന്ന് അധികാരികൾ കൂടി ആലോചിച്ച് ആ ഭാഗത്തുണ്ടായിരുന്ന വളവ് നിവർത്തിയെടുത്തു. അതോടെ ആ ഭാഗത്തെ അപകടം ഗണ്യമായി കുറഞ്ഞു. മാത്രമല്ല, പിന്നീട് ആ റെഡ് ഡബിൾ ഡക്കർ ബസ്സിനെ കുറിച്ച് യാതൊരു വാർത്തയും കേട്ടിട്ടുമില്ല.